ഒരു കാര്യോട് ചോദിച്ചോട്ടെ? ജസ്റ്റ് ഒരു കോഴ്സ്. ഇപ്പൊ എല്ലാ ഹിന്ദുക്കളും സെക്യുലറിലല്ല, പക്ഷെ എല്ലാ സെക്യുലറും ഹിന്ദുക്കളാണ്. പക്ഷെ എല്ലാ മുസ്ലിംസും ടെററിസ്റ്റ് അല്ല, പക്ഷെ മിക്ക ടെററിസ്റ്റും മുസ്ലിംസ് ആണ്. അതിൽ എന്താണ് ജസ്റ്റ് ഒരു അത് സിംപ്ലി നോട്ട് ട്രൂ ആണ്. നമ്മൾ True അല്ല. സത്യസന്ധ. 100ഓളം ഇൻസിഡന്റുകൾ 3 വർഷങ്ങളായിട്ട് 44 പേര് കൊല്ലപ്പെടുന്നു, 250 പേര് ഇഞ്ചർ ചെയ്യുന്നു. കേവലം പശുവിന്റെ കേസിൽ മാത്രമായിട്ടുള്ള കേസാട്ടോ പറയുന്നത്. മോബ് ലിഞ്ചിങ് മാത്രമേ, പശുവിന്റെ പേരിൽ മാത്രമുള്ള മോബ് ലിഞ്ചിങ് ആണ് പറയുന്നത്. അതേപോലെ നമ്മൾ നോക്കുക ടെററിസ്റ്റുകളുടെ ആണെങ്കിൽ ഏറ്റവും വലിയ ടെററിസ്റ്റ് ഇവിടെ പറഞ്ഞതുപോലെ നെതന്യാഹു ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയാണ്. അപ്പം സ്വാഭാവികമായും അവരൊക്കെ ടെററിസ്റ്റുകളുടെ ഗണത്തിൽ പെടുത്താത്തത് കൊണ്ട് മാത്രമുള്ള വിഷയമാണ്. ഇപ്പം ഈവൻ പ്രിസണേഴ്സ് ഓഫ് വാറിനെ ട്രീറ്റ് ചെയ്യുന്ന വിഷയത്തിൽ പോലും ഇസ്രായേലിന്റെ രീതികൾ എന്താണ്, ടെററിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഹമാസിന്റെ രീതികൾ എന്താണെന്ന് മാത്രം പരിശോധിച്ചാൽ മതി. അതായത് പ്രിസണേഴ്സ് ഓഫ് വാറിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത്. ഷാനു, ഈ എം എന്ന് പറഞ്ഞ ആള് ഇറാനെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഇറാനിൽ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഒരു 300 സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ സ്ഥാപനത്തിന് നേരെ, പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂൾ സ്ഥാപനത്തിന് നേരെ അമേരിക്ക ബോംബ് വർഷിച്ചു. അതെന്ത് അത് ആ ഒരു സംഭവം നോക്കിയാ, അത് സ്കൂളാണ്. ഒരു മിനിറ്റ് ഡ്രീമർ, ഞാൻ മുഴിപ്പിക്കട്ടെ. പിന്നെ അത് സ്കൂളാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ബോംബിട്ടാണ്. അത് ഭീകരവാദം ഉറപ്പല്ലേ? അതൊരു സ്കൂൾ കുട്ടികൾ അവരെന്ത് ചെയ്തു? അവരിപ്പോ ഇനി ഓക്കെ ഇറാന്റെ ഗവൺമെന്റ് പോളിസിയോടൊക്കെ എതിർപ്പുണ്ട്, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന ആ ഒരു സ്ഥാപനത്തിന്റെ മേലിൽ സ്കൂൾ കുട്ടികൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നേരെ പോയിട്ട് ബോംബിട്ടിട്ട് 300 കുട്ടികളെ കൊന്നു. ഇത് ഭീകരവാദമാണ്, അമേരിക്ക ചെയ്തതാണ്. പക്ഷെ അത് കണക്ക് പെടൂല. ഓർമ്മിപ്പിച്ചതിന് നന്ദി എം. ഓക്കെ, ബാസില ഡ്രീമറോ കണ്ടിന്യൂ ചെയ്തോളൂ. ഷാനായിരുന്നോ സംസാരിച്ചത്? സോറി, ഡ്രീമർ എന്ന് സംസാരിച്ചിരുന്നത്. ആ ഒരു വാചകത്രേ ഉള്ളൂ. അതായത് എല്ലാ ടെററിസ്റ്റുകളും മുസ്ലിങ്ങളാണെന്ന് പറയുന്നത് ആദ്യം തന്നെ എന്ത് ചെയ്യാണ്, നമ്മൾ ടെററിസത്തിന്റെ ഡെഫിനിഷനിൽ മുസ്ലിങ്ങൾ ചെയ്യുന്നതാണ് ടെററിസം എന്ന് ആദ്യം തീരുമാനിച്ചാൽ പിന്നെ എന്തായാലും എല്ലാ ടെററിസ്റ്റുകളും മുസ്ലിങ്ങളാവും. ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ഭീകരവാദം ചെയ്യുന്ന ഇസ്രായേൽ, അതിനെ നമ്മൾ ടെററിസ്റ്റ് ആയിട്ട് കൂട്ടുന്നില്ല. പിന്നെ എങ്ങനെയാ ഈ ലിസ്റ്റ് പിന്നെ ഒരു ന്യായമുള്ളതാവുക? ഈ ഞാൻ നേരത്തെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ കണക്ക് കാണിച്ചു. ചെറിയ ഒരു 2 വർഷത്തിന്റെ ഇടയിലാണ് 44 പേരെ പശുവിന്റെ പേരിൽ കൊലപ്പെടുത്തുന്നത്. അവരെ നമ്മൾ ടെററിസ്റ്റ് ആയിട്ട് കൂട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ പിന്നെ ലിസ്റ്റ്? അതെ, അതാണ് പറഞ്ഞത്. അപ്പൊ എല്ലാ ടെററിസ്റ്റുകളും മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നെ പൊളിഞ്ഞില്ലേ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിങ്ങളിൽ ടെററിസ്റ്റുകൾ ഉണ്ട്, ഒബ്വിയസ്ലി. മുസ്ലിങ്ങളിലും ടെററിസ്റ്റുകൾ ഉണ്ട്, ക്രിസ്ത്യൻസിലും ടെററിസ്റ്റുകൾ ഉണ്ട്, ഹിന്ദുക്കളിലും ടെററിസ്റ്റുകൾ, എല്ലാത്തിലും ടെററിസ്റ്റുകൾ ഉണ്ട്. പക്ഷെ ആക്ച്വലി ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. കാരണം ഈ ടെററിസ്റ്റുകളുടെ എണ്ണം നോക്കി ആ ടെററിസം ചെയ്ത ആളുടെ മതം ഏതാണെന്നൊക്കെ നോക്കി നടക്കുക എന്ന് പറയുന്നത് വളരെ, അത് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. ഓക്കെ, കാരണം ഞങ്ങളുടെ രീതിയല്ലത്. ഞങ്ങൾ ചെയ്ത അയാളുടെ മതത്തെ അതിന്റെ പേരിൽ എങ്ങനെയെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റും, ഇതൊന്നും നോക്കി നടക്കുക. ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു മെത്തഡോളജി ഞങ്ങളുടെ രീതിയല്ല. പക്ഷെ ഇത് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത്തരം മറുവശത്തുള്ള ദുഷ്പ്രചരണങ്ങൾ, ഫാക്ച്വലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്യുമ്പോൾ അതിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞങ്ങളുടെ പോയിന്റ് ഇതുകൊണ്ട് ഹിന്ദുക്കൾ മോശമാണ് എന്നതല്ല നമ്മുടെ സ്റ്റേറ്റ് പോയിന്റ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് എല്ലായിടത്തും ഉണ്ട്. മനുഷ്യരിൽ പ്രശ്നമുള്ള ആളുകൾ ഉണ്ടാകും, അത് എല്ലാ വിഭാഗത്തിലും ഉണ്ടാവും, എല്ലാ രാജ്യത്തിലും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായി ഇപ്പൊ എന്താണ് കുറെ ആളുകൾ പറയാണ്, കറുത്ത വർഗ്ഗക്കാർ ചെയ്ത ഒരുപാട് കൊലപാതകങ്ങളുടെ ലിസ്റ്റ് എടുത്തിട്ട് പറയാണ്, കേട്ടോ കറുത്ത വർഗ്ഗക്കാർ ഭയങ്കര പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതങ്ങനെയല്ല. പ്രശ്നക്കാര് ഈ 2 വിഭാഗത്തിലുണ്ട്. ഏത് നിങ്ങളുടെ തൊലിനിറ അനുസരിച്ചല്ല നിങ്ങൾ പ്രശ്നക്കാരാവുന്നത്, രണ്ടിലും പ്രശ്നക്കാരുണ്ട്. അവിടെ നമ്മൾ ഒരുപക്ഷെ വെളുത്ത വർഗ്ഗക്കാരും ചെയ്ത ഒരുപാട് ക്രൈംസ് നമ്മൾ പറയും. അത് ഇവരുടെ ഈ തെറ്റായ നെറേറ്റീവ് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ക്രൈം നടത്തിയ ആളുകളിൽ വെളുത്ത വർഗ്ഗക്കാരനാണോ കറുത്ത വർഗ്ഗക്കാരാണോ നോക്കുന്നത് തന്നെ ഒരു തരം പ്രശ്നം. അതായത് വി ആർ നോട്ട് പ്രൗഡ് ഓഫ് ഇറ്റ്, മനസ്സിലായില്ലേ? അത് സാധാരണഗതി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഡ്രീമറിനെ പോലെയുള്ള ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തേ ഉള്ളൂ. നിങ്ങൾ ഒരു ബില്ലാദനെ നോക്കി എന്ത് ചെയ്യരുത്, ഇസ്ലാമിനെ വിലയിരുത്തരുത്. അതേപോലെ പ്രഗ്യാ സിംഗ് നോക്കിയിട്ട് ഹിന്ദുയിസത്തിനെയും വിലയിരുത്തണം എന്ന് നമ്മൾ പറയുന്നില്ല. ഹിന്ദുക്കളെല്ലാവരും പ്രഗ്യാ സിംഗിനെ പോലെയല്ല, മുസ്ലിങ്ങളെല്ലാവരും ബില്ലാദനെ പോലെയും അല്ല. ഇത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഹിന്ദുക്കളിൽ ഒരു നല്ല പോയിന്റ്, ഭീകരവാദം ആര് ചെയ്താലും അതെന്താ. അതെ, ഇപ്പൊ ഒരു കമന്റിൽ ഒരാൾ ചോദിച്ചൊരു ചോദ്യം, ബ്രോ അപ്പോൾ പഹൽഗാം അറ്റാക്ക്
അപ്പോ ഇത് വളരെ ചിലപ്പം വളരെ എന്താ പറയാ പിന്നെ സീരിയസ് ആയിട്ടൊക്കെ ചോദിക്കുന്നതായിരിക്കും. ഒരു പക്ഷേ ഈ സംഘപരിവാറിന്റെ ഒക്കെ നറേറ്റീവ് കൊണ്ട് ഇവരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ സംസാരിക്കുന്നത് മുസ്ലിങ്ങളായിട്ടാണല്ലോ, മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ പഹൽഗാം അറ്റാക്കിനൊക്കെ അനുകൂലിച്ച് അതിലൊക്കെ ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്ന ആളുകൾ പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണം തെറ്റാണ് എന്ന് പറയാൻ ഇപ്പം ഒരു മനുഷ്യനായ പോലെ മുസ്ലിം ഉണ്ടല്ലോ ഒരു തോക്കെടുത്തോ. അതെ 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 അതെ. അപ്പൊ അല്ലെ ഇനി മുസ്ലിം ഇല്ലാതെ വെക്കുക, മുസ്ലിം ഇല്ലെങ്കിൽ പോലും ഇനി എല്ലാം ആരാണെന്നുണ്ടെങ്കിലും അത് ചെയ്തത് തെറ്റാണ്, അത് ഭീകരവാദമാണ്, അത് വലിയ തെറ്റാണ്. അതിലിപ്പം തള്ളിപ്പറയാൻ നമ്മളതിനെ ആലോചിക്കേണ്ട കാര്യം എന്താ? അത് തെറ്റാണ്. എന്നാൽ ആ പഹൽഗാം അറ്റാക്ക് നടത്തിയ ആളുകൾ അവരുടെ മതം നോക്കിയിട്ട് അവര് ഭീകരവാദികളായതുകൊണ്ട് അവരുടെ മതം ഭീകരവാദമാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പശുവിന്റെ പേരിൽ കൊലപ്പെടുത്തിയ ഗുജറാത്തില് പിന്നെ വംശഹത്യ നടത്തിയ, അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് മൊത്തം കൊളമാക്കിയ അമേരിക്കയുടെ മതം അല്ലെങ്കിൽ പിന്നെ ഇസ്രായേലിന്റെ മതം, ഇതിങ്ങനെ നോക്കിയിട്ട് ആ മതങ്ങളൊക്കെ പ്രശ്നമാണെന്ന് പറയുന്നത് അത് ശരിയല്ല. അതും ശരിയല്ല, ഇതും ശരിയല്ല. നമ്മളൊരു സ്റ്റാൻഡേർഡ് എടുക്കുമ്പോൾ ഒരു കൺസിസ്റ്റന്റ് ആയ സ്റ്റാൻഡേർഡ് എടുക്കണം. ബില്ലാദന്റെ മതം നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നെതന്യാഹുവിന്റെ മതം നോക്കണം, ട്രംപിന്റെ മതം നോക്കണം, അതേപോലെ തന്നെ പ്രഗ്യാ സിംഗിന്റെ മതം നോക്കണം, എല്ലാവരും മതം നോക്കണം. ഇനി അതല്ല നമ്മൾ ഇവരെ ട്രംപിന്റെ മതം നോക്കൂല, നെതന്യാഹുവിന്റെ മതം നോക്കൂല, പ്രഗ്യാ സിംഗിന്റെ മതം നോക്കൂല, അങ്ങനെയാണെങ്കിൽ ബില്ലാദന്റെ മതവും നോക്കണ്ട, അത്രേ ഉള്ളൂ. അപ്പൊ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഭീകരവാദം എന്ന് പറയുന്നത് പലപ്പോഴും സാഹചര്യങ്ങൾ അതിനോടുള്ള പ്രതികരണങ്ങളായിട്ട് ചില എക്സ്ട്രീമായ ചിന്താഗതിക്കാരുടെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. അവര് ഇപ്പം ബില്ലാദന്റെ ഒരു പുസ്തകം നമ്മൾ മുമ്പ് കോട്ട് ചെയ്തിരുന്നു. ബില്ലാദൻ പറയുന്ന ഒരു വാചകം അതൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഇതിന്റെ ഒരു ഏകദേശം ഒരു ധാരണ കിട്ടും. പല ആളുകളും ഞങ്ങളോട് പറയുന്നു നിങ്ങൾ ചെയ്യുന്നത് ഇസ്ലാമിനെതിരാണ് എന്ന്. അതായത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും നിരപരാധികളൊന്നും കൊല്ലരുത് എന്ന്. അപ്പം ബില്ലാദനോട് പല മുസ്ലിം പണ്ഡിതന്മാരോട് ബില്ലാദിനെ എതിർത്തുകൊണ്ട് പുസ്തകങ്ങൾ എഴുതി. അതിലൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നത് ഇസ്ലാമിനെതിരാണ്, കാരണം എന്താ, ഇസ്ലാമിൽ നിരപരാധികളെ കൊല്ലാൻ പാടില്ല. അപ്പം ബില്ലാദൻ അതിന് മറുപടി കൊടുത്തെന്താ വെച്ചാൽ ദേ കിൽ എന്ന് വെച്ചാൽ അമേരിക്ക കൊല്ലുന്നു, അവർ ചിൽഡ്രൻ ആൻഡ് വിമൻ ആൻഡ് ചിൽഡ്രൻ, ഞങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും അവർ കൊല്ലുന്നു, അതുകൊണ്ട് വി വിൽ കിൽ ദേഴ്സ് അല്ലെ, ഞങ്ങൾ എന്ത് ചെയ്യും അവരുടെ പിന്നെ സ്ത്രീകളെയും കുട്ടികളെയും എന്ന് വെച്ചാൽ നിരപരാധികളെ കൊല്ലും എന്ന് വെച്ചാൽ അവര് ഞങ്ങളെ കൊല്ലുന്നതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു. പക്ഷെ അഫ്ഗാനിസ്ഥാനിലൊക്കെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോ അത് പാടില്ല എന്ന് പറയുന്ന ഖുർആനിന്റെ വചനം അത് കല്ലിൽ കൊത്തിവെച്ച നിയമങ്ങളൊന്നും അല്ല, ഇത് ബില്ലാദൻ പറഞ്ഞതാ, ബില്ലാദൻ എഴുതിയതാണിത്. അപ്പോ അവിടെ ഇത്രയും പറയേണ്ട ആവശ്യമില്ല. അല്ല അത് വേറൊരു കാര്യം വെച്ചാല് CA ഫണ്ടറാണ്, പിന്നെ അവസാനം അവർക്കെതിരെ തന്നെ തിരിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, സാഹചര്യങ്ങൾ വെച്ചിട്ട് ബില്ലാദന്റെ യുക്തിയിൽ എന്ത് ചെയ്യാണ് മൂപ്പര് ഉണ്ടാക്കിയ ഒരു ആശയമാണിത്. അവിടെ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല ആ ഒരു കാര്യം വരുന്നത്. അവര് ഞങ്ങളെ ആക്രമിച്ചോടെ ഞങ്ങൾ തിരിച്ചു ആക്രമിക്കുന്നു. അവിടെ ഖുർആനിന്റെ വചനം ഉണ്ടെങ്കിലും അത് കല്ലിൽ കൊത്തിവെച്ച നിയമങ്ങളൊന്നും അല്ല എന്നാണ് ബില്ലാദന്റെ വാദം. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, ഇവര് ഈ പല ആൾക്കാർ പറയുന്ന കേട്ടാ തോന്നുന്നത് ഭീകരവാദികൾ ഇങ്ങനെ ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ എടുത്ത് നോക്കുക, പിന്നെ കുറച്ച് ആൾക്കാരെ കൊന്നുകളയാം, ഇങ്ങനെയല്ല സംഭവിക്കുന്നത്. മറിച്ച് അവർക്ക് ഏൽക്കുന്ന ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിനോടുള്ള പ്രതികരണങ്ങളായിട്ട് അവരെന്ത് ചെയ്യുന്നു, അവർ ഞങ്ങളെ കൊന്നെങ്കിൽ ഞങ്ങൾ തിരിച്ചും കൊല്ലും, അതിന് ഇന്ന രൂപത്തിൽ ചെയ്യാം, ഇന്ന് ബോംബിടാം, ഇന്ന ആളുകളെ കൊല്ലാം എന്ന് ഇവർ തീരുമാനിക്കുകയാണ്. അത് ഇങ്ങനെ പുസ്തകം നോക്കിയിട്ടോ അല്ലെങ്കിൽ ഗ്രന്ഥം നോക്കിയിട്ടോ ഒന്നല്ല, അത് അവരുടെ ആ സമയത്തുള്ള ഭ്രാന്തമായ ചിന്തകൾ കൊണ്ടാണ്. അത് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇത്തരത്തിലുള്ള ഭ്രാന്തമായ ചിന്തകൾ വരും. അതാണ് ഗുജറാത്ത് കലാപത്തിൽ 2000-ഓളം ആളുകളെ കൊല്ലാൻ ചില ആളുകളെ പ്രേരിപ്പിച്ചത്. ഇപ്പോഴും ഗാസയിൽ നടക്കുന്ന വംശഹത്യ ചെയ്യാൻ ഈ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നത്. അതൊന്നും ഒരുപക്ഷെ നേരിട്ട് ഗ്രന്ഥം നോക്കിയിട്ട് അതേപോലെ ചെയ്യുന്നതായിരിക്കൂല. അതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്, മനുഷ്യന്മാരെ നോക്കാതിരിക്കുക, ആശയങ്ങളെ നോക്കുക. ഇസ്ലാം ഈസ് പെർഫെക്റ്റ് ബട്ട് മുസ്ലിംസ് ആർ നോട്ട്. ഹിന്ദുക്കളിൽ ഒരു നല്ല പോയിന്റ് ഉണ്ട്, നിങ്ങൾ എടുക്കുവോ? ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, കമന്റ് സെക്ഷനിലേക്ക് തന്നെ നിങ്ങൾക്ക് നോക്കാം ആരാണ് തീവ്രവാദവും ഭീകരവാദവും പ്രചരിപ്പിക്കുന്നതെന്ന് ഇത് വളരെ കൃത്യമായിട്ട് അവിടെ കാണാൻ സാധിക്കും. അല്ല ഞാൻ പറഞ്ഞുള്ളൂ, കാരണം ലൈക്ക് ഇപ്പൊ ഭീകരവാദി എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞത്. കമന്റ് സെക്ഷനിലേക്ക് നോക്കൂ നിങ്ങൾ, ഈ വീഡിയോന്റെ കമന്റ് സെക്ഷനിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ നോക്കാം, നിങ്ങൾക്ക് ഭീകരവാദികളെ കാണാൻ സാധിക്കും, തീവ്രവാദികളെ കാണാൻ സാധിക്കും, മനുഷ്യത്വ വിരുദ്ധരെ കാണാൻ സാധിക്കും. അതേപോലെ നിങ്ങൾ പല കമന്റ് സെക്ഷനുകളിലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ മതം നോട്ട് ചെയ്യാം, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവരൊരു പറഞ്ഞില്ലേ, ലൈക്ക് ഇങ്ങനെ നമുക്കും ചെയ്യാം, മനസ്സിലായില്ലേ? നിങ്ങൾ കാണുന്നത് നിങ്ങൾ എണ്ണി നോക്കൂ, നോട്ട് ചെയ്ത് നോക്കൂ, നിങ്ങൾ കാണുന്നത് ഏത് വിഭാഗം ആളുകളായിരിക്കും എന്നുള്ളത്. ഇവിടെ തന്നെ എടുത്ത ബഷീറിന്റെ കാര്യം എടുത്തു നോക്കാം. ബഷീറിനെ പോലെയുള്ള തീവ്രവാദികൾക്ക് അവരുടെ മതം ഏതാണെന്ന് നോക്കാം. ഫേക്ക് ബഷീറിന്റെ കേട്ടോ,
അപ്പം ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ലൈക്ക് ആ ഒരു രീതിയിലല്ല നമ്മൾ കാര്യങ്ങളെ സമീപിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഇപ്പം ഇവിടെ പലരും പറഞ്ഞു ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അനുഭവത്തിന്റെ ബേസിസിലാണെങ്കിൽ കമന്റ് സെക്ഷൻ മുഴുവൻ എന്താണ് ക്രിസംഗികളും സംഘികളുമാണ്. അപ്പൊ സ്വാഭാവികമായും അതിന്റെ ബേസിസിലാണ് ഞങ്ങൾ കേരളത്തിലെ ഹിന്ദുക്കളെയും അല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ടായ അത്തരം അനുഭവങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഞങ്ങൾ വിലയിരുത്തുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത്, ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും അങ്ങനെ ചെയ്യുന്നത് ശരിയായ രീതിയാണെന്ന് ഞങ്ങൾ കരുതുന്നുമില്ല. മനസ്സിലാവുന്നില്ലേ? ശരി, താങ്ക് യു.